കൃഷ്ണ ഗുരുവായൂരപ്പ. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞു, കളഭാലങ്കാരം കഴിഞ്ഞു, നട തുറന്നു. അപ്പോൾ നമുക്കെല്ലാവർക്കും ഗുരുവായൂരപ്പനെ കാണാൻ പോണ്ടേ? എല്ലാവരും വരൂ കേട്ടോ. ഇന്നിപ്പോൾ ചൊവ്വാഴ്ചയാണ്, അധികം തിരക്കൊന്നുമില്ല, സുഖദർശനമാണ്. അപ്പോൾ എല്ലാവരും വന്നോളൂ. ആദ്യം തന്നെ നമുക്ക് കിഴക്കേ നടയിലുള്ള മഞ്ജുളാലിൻ്റെ അവിടെ പോയിട്ട് മഞ്ജുളാലിനെ ഒന്ന് പ്രദക്ഷിണം ചെയ്തിട്ട് വരാം. അങ്ങനെ വരുമ്പോൾ നേരെ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൻ്റെ പുറകിലുള്ള അത്തിമര ഗണപതിയെ ഒന്ന് തൊഴാം. അവിടെ പോയി വളരെ സുഖമായിട്ട് സ്വച്ഛന്തമായ അന്തരീക്ഷമാണ്, വളരെ സമാധാനത്തോടു കൂടിയിട്ട് ദർശനം നടത്താൻ പറ്റുന്ന സ്ഥലമാണ്. അങ്ങനെ തൊഴുത് പ്രാർത്ഥിച്ച് വിഘ്നങ്ങളൊക്കെ അകറ്റിത്തരാൻ വേണ്ടി പ്രാർത്ഥിച്ച് നമുക്ക് ആ ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് പോരാം. അങ്ങനെ വരുമ്പോൾ ആ വലിയ ബലിക്കല്ല് കാണാം. അതിൻ്റെ മുന്നിലേക്ക് നോക്കിയാൽ വാതിലിൻ്റെ അവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഗജരാജൻ കേശവൻ്റെ 2 കൊമ്പുകൾ കാണാം. അതിൻ്റെ നടുക്കായിട്ട് മഹാലക്ഷ്മി ദേവീനെയും കണ്ട് അങ്ങനെ നമ്മൾ വാതിൽപ്പടി കയറുമ്പോൾ ഇടത്തെ സൈഡിലുള്ള മേൽപ്പത്തൂരിൻ്റെ ആ പീഠം കാണാം, കിടാവൾക്ക് കത്തിരിക്കണം, അതൊന്ന് നോക്കുക. വലത്തെ സൈഡിലുള്ള തൂണും നോക്കി തൊഴുക. പിന്നെ അകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ആ ചതുർബാഹുവായ വിഗ്രഹത്തിൽ വളരെ മനോഹരമായിട്ടുള്ള അലങ്കാരം. ആ ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് മനസ്സ് നിറഞ്ഞ് കാണാൻ പറ്റുന്ന രൂപമാണ് കേട്ടോ. എന്തൊരു രസമാണെന്നറിയോ, ആ ചതുർബാഹുവായ നാരായണ വിഗ്രഹം നിറച്ചുകൊണ്ട് ആ രൂപം. ഗജേന്ദ്രമോക്ഷാണെന്ന് അലങ്കാരം, വളരെ മനോഹരമായിട്ടുള്ള അലങ്കാരം കേട്ടോ. എന്തൊരു രസമാണെന്നറിയോ. ആനക്കുട്ടീനെ ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്, ആ ഭഗവാൻ ഇങ്ങനെ അനുഗ്രഹിക്കണു, താമരപ്പൂവൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കണു. എന്തൊക്കെ രസമാണ്, വളരെ മനോഹരമായിട്ടുള്ള അലങ്കാരം. ഗജേന്ദ്രന് മോക്ഷം കൊടുക്കുന്നു, അതോടൊപ്പം മുതലയ്ക്കും മോക്ഷം കൊടുക്കുന്നു. നമ്മൾ മുൻപ് അതിൻ്റെ കഥ ചെയ്തിരുന്നു. എന്തായാലും ഞാൻ ആ കഥ ഒന്നുകൂടി പറയാം. അത്രയ്ക്കും മനോഹരമായിട്ടുള്ളൊരു അലങ്കാരമാണല്ലോ. അപ്പോൾ നമുക്കത് വിശദീകരിച്ച് തന്നെ പറയേണ്ടതുണ്ട്. ഇന്ദ്രദ്യുമ്നൻ ആനയായ ആ ഒരു കഥയാണല്ലോ ഗജേന്ദ്രമോക്ഷത്തിൻ്റെ പ്രധാനം. ഭാഗവതത്തിലെ അഷ്ടമസ്കന്ധത്തിലാണ് ഈ കഥ ഉള്ളത്. പാണ്ഡ്യരാജാവായ ഇന്ദ്രദ്യുമ്നൻ മലയപർവ്വതത്തിൽ തപസ്സിൽ കഴിയവേ അഗസ്ത്യ മഹർഷി വന്നു. അപ്പോൾ മഹർഷിയുടെ വരവ് രാജാവ് അറിഞ്ഞില്ല, അതുകൊണ്ട് ആദര സൂചകമായിട്ടൊന്നും ചെയ്തില്ല. അപ്പം മുനിക്കാണെങ്കിൽ മുനിമാർക്കൊക്കെ ഭയങ്കര ദേഷ്യമാണ്. അപ്പോൾ മുനിക്ക് കോപം വന്നു. തന്നെ അനാദരിച്ചു എന്ന് കരുതിയിട്ട് ദേഷ്യപ്പെട്ട അഗസ്ത്യൻ ഇന്ദ്രദ്യുമ്നനെ ശപിച്ചു, നീ ഒരു ആനയായി ഏറെക്കാലം ജീവിക്കട്ടെ എന്നായിരുന്നു. അപ്പോൾ അനുഭവിക്കേണ്ടത് എന്തായാലും അനുഭവിക്കണം. അങ്ങനെ അത് കഴിഞ്ഞപ്പോഴാണ്, ഈ ശാപമൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഇന്ദ്രദ്യുമ്ന് ഇത് മനസ്സിലായത്. അപ്പോൾ വേഗം പോയിട്ട് ശാപമോക്ഷത്തിന് വേണ്ടിയിട്ട് മഹർഷിയോട് എന്താ പറയുക, ആ പാദ നമസ്കാരമൊക്കെ ചെയ്തു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, വിഷ്ണു സ്പർശത്താൽ മോക്ഷമുണ്ടാകും എന്ന് പറഞ്ഞു. അങ്ങനെ ആനയുടെ രൂപത്തിൽ പിറന്ന ഇന്ദ്രദ്യുമ്നൻ ആരെയും ഭയക്കാതെ ഗജേന്ദ്രനായിട്ട് കാട് കുലുക്കി മതിച്ച് നടന്നു. ആനയ്ക്ക് ആരെയാണ് ഭയപ്പെടാനുള്ളത്? അപ്പോൾ ഈ ഗജേന്ദ്രന് സഹായികളായിട്ട് ധാരാളം ആനകളുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഗജേന്ദ്രൻ, ഭക്തി ഉണ്ടായിരുന്നു കേട്ടോ ആൾക്ക്, ത്രികുടാചലത്തിലുള്ള ഒരു സരസ്സിൽ വെള്ളം കുടിക്കാൻ ഇറങ്ങി. വെള്ളം കുടിച്ചിട്ട് മടങ്ങിയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പകരം ഗജേന്ദ്രൻ കാൽ വെള്ളത്തിലിട്ട് അങ്ങനെ ആട്ടി കലക്കി. അപ്പോൾ ഗജേന്ദ്രൻ്റെ കാലിൽ ഒരു മുതല കടിച്ചു. ഹൂ ഹൂ എന്ന ഗന്ധർവനായിരുന്നു ആ മുതല. അവ ചെളി നിറഞ്ഞ താമരപ്പൊയ്കയിൽ കിടന്നിരുന്നത്. തുടക്കത്തിൽ ആ കടി വളരെ നിസ്സാരമായിട്ട് ഗജേന്ദ്രൻ കരുതി. ബലശാലിയായ തൻ്റെ മുന്നിൽ ഒരു മുതലയ്ക്ക് എന്ത് ചെയ്യാനാവും എന്ന് ഗജേന്ദ്രൻ അഹങ്കരിച്ചു. എന്നാൽ എത്ര നോക്കിയിട്ടും ആ മുതലയുടെ പിടിയിൽ നിന്നും തൻ്റെ കാല് എടുക്കാൻ കഴിയില്ല. മറ്റ് ആനകളൊക്കെ വന്ന് നോക്കി, എന്നിട്ടും കാര്യമില്ല. അപ്പോൾ ഗജേന്ദ്രൻ ക്ഷീണിതനായി. എല്ലാവരും വന്നിട്ട് നോക്കിയിട്ടും കാര്യമില്ല. അവസാനം ഗജേന്ദ്രൻ അവിടെ ഉണ്ടായിരുന്ന ആ ചെളി പൊയ്കയിൽ നിന്ന് ഒരു താമര എടുത്തിട്ട് വിഷ്ണു ഭഗവാനെ ധ്യാനിക്കാൻ തുടങ്ങി. അപ്പോൾ അവസാന നിമിഷത്തിൽ ആപൽബാന്ധവനായ മഹാവിഷ്ണു പ്രത്യക്ഷപ്പെട്ടു. രക്ഷകനായി എത്തിയ ഭഗവാനെ തുമ്പിക്കൈ കൊണ്ട് താമരപ്പൊയി എടുത്ത് നേദിച്ച് ഗജേന്ദ്രൻ എഴുന്നേറ്റു. ഇത് കണ്ട പൂർണ്ണ തൃപ്തനായിട്ടുള്ള ഭഗവാൻ തൻ്റെ സുദർശന ചക്രം കൊണ്ട് മുതലയെ വധിച്ച് ഗജേന്ദ്രനെ രക്ഷിച്ചു. ആ സാരൂപ്യമുക്തി നൽകി വൈകുണ്ഠത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി.
അതിനു മുൻപ് ഭഗവാനാണ് ഗജേന്ദ്രനോട് പൂർവ്വജന്മത്തിൽ ഇന്ദ്രദ്യുമ്നായിരുന്നു എന്നും അഗസ്ത്യ ശാപത്താലാണ് ഗജമായതെന്നും ഒക്കെ പറഞ്ഞത്. ഗജേന്ദ്രൻ ശ്രീ മഹാവിഷ്ണുവിനെ കീർത്തിച്ചതാണ് പ്രസിദ്ധമായ ഗജേന്ദ്ര സ്തുതി. ഗജേന്ദ്രമോക്ഷം സ്തുതി എല്ലാ പ്രഭാതത്തിലും പ്രകീർത്തിക്കുന്ന ഏതൊരാൾക്കും ശ്രേയസ് ഉണ്ടാകുമെന്ന് ഭട്ടതിരിപ്പാട് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതേപോലെ ആ ഗന്ധർവനും ശാപമോക്ഷം കിട്ടി. അങ്ങനെയാണ് കഥയുടെ അരക്ന ചുരുക്കമാണ് നമ്മൾ പറയുന്നത്, വിസ്തരിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനത്തെ അത്രയ്ക്കും ആ ഒരു മനോഹരമായ അലങ്കാരമാണ് ഭഗവാന്റെ ശ്രീലകത്തുള്ളത്. അപ്പോൾ എല്ലാവരും ആ സോപാനപ്പടിയിൽ നിന്നിട്ട് ഭഗവാനെ പ്രാർത്ഥിച്ചോളൂ. ഭഗവാന്റെ ഗജേന്ദ്രമോക്ഷം രൂപം കണ്ട് നമ്മൾ തൊഴുന്നതായിട്ട് സങ്കല്പിച്ച് പ്രാർത്ഥിച്ചോളൂ കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞാൽ നമ്മൾ സോപാനപ്പടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ അഗ്നികോണിലുള്ള ബലിക്കല്ല് നോക്കി തൊഴുത്, അതേപോലെ തിടപ്പള്ളി നോക്കി തൊഴാം. പിന്നെ സപ്തമാതാക്കളെ കണ്ട് തൊഴാം. പിന്നീട് നേരെ വന്ന് ഗണപതിയുടെ അവിടെ വരുമ്പോൾ തിരക്കൊന്നും ഇല്ല കേട്ടോ, സുഖമാണ്. അങ്ങനെ വരുമ്പോൾ ഗണപതി അതാ ഉണ്ണിക്കണ്ണനായിട്ട് തന്നെയാണ് കേട്ടോ. ഒന്നും പീലിയൊക്കെ വെച്ചിട്ടുണ്ട്. അതേപോലെ നല്ല ചന്ദനം കൊണ്ട് ഇങ്ങനെ കളപച്ചാർത്തും ആയിട്ട് നന്നായിട്ടുണ്ട്. ഒരു ചുവന്ന പട്ടരയിലിങ്ങനെ ചുറ്റിയിട്ടുണ്ട്. വെളുത്ത എന്താ പറയുക പട്ട് അതുകൊണ്ട് പാവുമുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഇരിക്കുന്നത്. പിന്നെ ധാരാളം മാലകളുണ്ട്. വളരെ മനോഹരമായിട്ട് തന്നെ ഒരു ഉണ്ണിക്കണ്ണൻ്റെ രൂപത്തിൽ തന്നെയാണ് ഇന്ന് ഗണപതി നമുക്ക് ദർശനം തരുന്നത്. അപ്പോൾ ആ ഗണേശനെ സ്തുതിക്കാം. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിപം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ സരസ്വതി അറയിലേക്ക് നോക്കുക. അവിടെ നിന്ന് 2 മാലകളുണ്ട്. വെളുത്ത പൂവും തുളസിയായിട്ടുള്ള 2 തെച്ചിയുണ്ട്. അങ്ങനെ അവിടെ തൊഴുത് പ്രാർത്ഥിക്കുക. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അത് കഴിഞ്ഞിട്ട് ആ മായാദേവീനെയും ഗണപതിനെയും ഒക്കെ ചെറിയ ഗണപതിനെയൊക്കെ കണ്ട് തൊഴുത് ദശാവതാരത്തിലെ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കാണാം. അതൊക്കെ കഴിഞ്ഞ് നമുക്ക് മേൽശാന്തിയുടെ അവിടേക്ക് വരാം. മേൽശാന്തിയുടെ അവിടേക്ക് വരുമ്പോൾ ഇന്നത്തെ ഉച്ചപൂജ ഉണ്ടാവേണ്ടത് മേൽശാന്തി തന്നെയാണ്, കവപ്രമാരാത്ത് അച്യുതൻ നമ്പൂതിരിപ്പാട്. അതുപോലെ ഇന്നത്തെ ഈ ഗജേന്ദ്രമോക്ഷത്തിൻ്റെ അലങ്കാരം അത് ചെയ്തിരിക്കുന്നത് പൊട്ടക്കുഴി കൃഷ്ണൻ നമ്പൂരിയാണ്. ഒരു മുൻ മേൽശാന്തി കൂടിയാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹമാണ് അവിടെ ഇരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് പ്രസാദം, അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. അതിനുശേഷം ബാക്കി നമുക്ക് വാമനരൂപവും ആ ഗജേന്ദ്രമോക്ഷത്തിൻ്റെ രൂപവും അതേപോലെ മഹാവിഷ്ണു ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയൊക്കെ കണ്ട് അനന്തപത്മനാഭ സ്വാമിയുടെ അടുത്തേക്ക് വരാം. അനന്തപത്മനാഭ സ്വാമിയുടെ അടുത്ത് വരുമ്പോൾ അവിടെയുണ്ട് ധാരാളം പൂക്കൾ, തുളസിപ്പൂവും തെച്ചിപ്പൂവും ഒക്കെ ഇട്ട് മാല, താമരമാല ഉണ്ട്. അപ്പോൾ അവിടെയും തൊഴുത് പിന്നെ ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. അതിനുശേഷം ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങളൊക്കെ കാണാം. കണ്ണൻ്റെ അടുത്ത് വരുമ്പോൾ മാത്രം, കൃഷ്ണൻ്റെ അടുത്ത് വരുമ്പോൾ മാത്രം ഉണ്ട് തുളസിമാല 2 മാല ഉണ്ട്. പിന്നെ മുരുകൻ്റെ അടുത്ത് കുറച്ച് ഭസ്മം കൊണ്ട് അഭിഷേകം കഴിഞ്ഞിരിക്കുന്നുണ്ട്. പിന്നെ ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരുമ്പോൾ ഒരു ചെറിയ മാല മാത്രം, കുറച്ച് കുങ്കുമം. എന്താണോ കാര്യമായിട്ട് മാലകളും കുങ്കുമവും ഒന്നും ഉണ്ടാവാറില്ല. കുറച്ച് കുങ്കുമേ ഉള്ളൂ. തുളസിയും തെച്ചിയും കൂടി ഉള്ളൊരു മാലയും, വെറ്റില മാലയും കൂടിയല്ല. എന്തായാലും ആരോ ചാർത്തിയിട്ടുണ്ട്. നമുക്ക് ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കാം. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂതമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അങ്ങനെ ഹനുമാൻ സ്വാമിയെ കണ്ട് പ്രാർത്ഥിച്ച് രാധാകൃഷ്ണ വിഗ്രഹത്തിൻ്റെ മുകളിലൊക്കെ മാലകളുണ്ട്. അതേപോലെ കാളിയമർദ്ദന രൂപവും വെണ്ണക്കണ്ണനെയൊക്കെ കണ്ട് തൊഴുത് നേരെ വന്നിട്ട് ഓവിൻ്റെ അവിടെ നിന്ന് പ്രാർത്ഥിക്കാം. പിന്നെ അവിടുന്ന് കുറച്ചിങ്ങോട്ട് പടിഞ്ഞാട്ട് മാറിയാൽ താമരക്കണ്ണനെ, കൽപ്പവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന താമരക്കണ്ണനെ കാണാം. പിന്നെ അവിടുന്ന് തന്നെ നോക്കിയാൽ, നമ്മൾ കിഴക്കോട്ട് നോക്കിയാൽ നേരെ കൊടിമരത്തിൻ്റെ മുകളിലുള്ള കൊടിമരം നോക്കി തൊഴാം. അത് കഴിഞ്ഞാൽ കിഴക്ക് വശത്തേക്ക് ഇങ്ങോട്ട് വരുമ്പോൾ ആ ഗ്രില്ലിൻ്റെ അപ്പുറത്തുള്ള മണിക്കിണർ നോക്കി തൊഴാം. നിർത്താറ നോക്കിയിട്ട് തൊഴുത് ഭഗവാന്റെ ആ കിടാവിളക്ക് അവിടെ ഇങ്ങനെ കത്തുന്നുണ്ട്. അപ്പോൾ അത് കണ്ട് തൊഴുത്ത് പോരാം.
പിന്നെ കുറൂരമ്മേനി നാരദരെയൊക്കെ കണ്ട് വടക്കേ നടയിലൂടെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് പ്രസാദ കൗണ്ടറിൽ ചന്ദനവും തീർത്തൊക്കെ വാങ്ങാം. ഭഗവതിയുടെ അവിടേക്ക് വരാം. എടത്തരികത്തുകാവിലെ ഭഗവതിയുടെ അവിടെ ഒന്നും തിരക്കില്ല, വളരെ സുഖമായിട്ട് ദർശനമാണ്. അങ്ങനെ ഭഗവതിയുടെ അടുത്ത് വരുമ്പോൾ ഗോളക തന്നെയാണ് ഇറക്കിയിട്ടുള്ളത്. പിന്നെ അങ്ങനെ ചെറിയൊരു മാല മാത്രമേ ഉള്ളൂ, തെച്ചിപ്പൂവും തുളസിയായിട്ടുള്ളത്. അതേപോലെ പൂക്കൾ ധാരാളം അർച്ചന പൂക്കളുണ്ട്. പിന്നെ ഒരു മഞ്ഞ പോലെ ചുവപ്പും പോലെയുള്ള ആ ഒരു പാവുമുണ്ടും ഇതും വെച്ച് പട്ടും ചാർത്തിയിട്ടുണ്ട്. വൈകുന്നേരം ആകുമ്പോഴേക്കൊക്കെ തന്നെയാണ് ഇപ്പോൾ അലങ്കാരം അവിടെ വരുന്നുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് എടത്തരികത്തുകാവിലെ ഭഗവതീനെ അമ്മേനെ പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിച്ചോളൂ കേട്ടോ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ട് തൊഴുത് അവിടുന്ന് വരുമ്പോൾ ആ കോർണറിലെത്തിയാൽ നേരെ മമ്മിയൂരപ്പനെ പ്രാർത്ഥിക്കുക. നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ചൊല്ലിയിട്ട് മമ്മിയൂരപ്പനെ പ്രാർത്ഥിച്ച് അവിടെ മനസ്സുകൊണ്ട് മമ്മിയൂർ പോയിട്ട് ദർശനം നടത്തിയിട്ട് വരാം. പിന്നീട് അവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ അവിടെയൊക്കെ വളരെ എളുപ്പമാണ്, വലിയ തിരക്കേ ഇല്ല. സുഖമായിട്ടിങ്ങനെ വന്ന് കൊടിമരത്തിൻ്റെ അവിടെ വന്ന് ഒരിക്കൽ കൂടി ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കി ആ ഗജേന്ദ്രമോക്ഷത്തിൻ്റെ ആ രൂപം ഒന്നുകൂടി കണ്ട് നമുക്ക് നേരെ പോരാം. അങ്ങനെ വന്ന് അവിടെ നിന്ന് നമസ്കരിച്ച് കൂത്തമ്പലത്തിൻ്റെ അവിടേക്ക് വന്നാൽ അവിടെയും ആ കിടാവിളക്ക് കത്തിയിട്ടുണ്ട്, അത് കണ്ടൊന്ന് നമസ്കരിക്കാം. അയ്യപ്പസ്വാമിയുടെ അടുത്തേക്ക് വരുമ്പോൾ അയ്യപ്പസ്വാമീൻ്റെ അവിടെയും തിരക്കൊന്നുമില്ല, ചോറ് കൊണ്ട കുട്ടികളൊന്നും ഇല്ലാതുകൊണ്ട് അവിടെ ആളുകളൊന്നും തീരില്ല. അവിടെ വന്നാൽ കാണുന്നത് നല്ല കിരീടം വെച്ചിട്ടുണ്ട്, പിന്നെ ഗോപി വെച്ചിട്ടുണ്ട്, അതേമാതിരി ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്. അവിടെ ഒരു പാവുമുണ്ട് കൊണ്ട് ആണ് ഉടുപ്പിച്ചിട്ടുള്ളത്. വേറെ വലിയ മാലകളൊന്നുമില്ല. പിന്നെ കുറച്ച് പൂവുകളുണ്ട്, ധാരാളം അർച്ചന പൂക്കളുണ്ട്, അത്രയേ ഉള്ളൂ. നല്ല കിരീടം നല്ല രസമായിട്ട് ചാർത്തിയിട്ടുണ്ട്. അപ്പോൾ അതാണ് അയ്യപ്പസ്വാമിയുടെ അലങ്കാരം. അങ്ങനെ അയ്യപ്പസ്വാമിയെ പ്രാർത്ഥിക്കാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അങ്ങനെ പ്രദക്ഷിണമായിട്ട് വരുന്ന പടിഞ്ഞാറ് നടയിൽ വരുമ്പോൾ ദീപസ്തംഭത്തിലെ വേണുഗോപാല സ്വരൂപത്തെ ഒന്ന് നോക്കി തൊഴാം. കുറച്ച് പുറകോട്ട് ഇറങ്ങി നിന്ന് ആ കൊടിമരത്തിൻ്റെ മുകളിലുള്ള ആ ഗരുഡധ്വജനെയും കണ്ട് തൊഴുത് പടിഞ്ഞാറേ നടയിൽ കൂടെ പുറത്തേക്ക് വരിക. അങ്ങനെ പോന്ന് നേരെ നമ്മൾ ആ രുദ്രതീർത്ഥത്തെ പ്രദക്ഷിണം ചെയ്യാനായിട്ട് പോവാം. അവിടെ വന്ന് അതിന് നടുക്കുള്ള ആ കാളിയമർദ്ദന രൂപത്തിലുള്ള കൃഷ്ണനെ കണ്ട് തൊഴുത് നാരായണാലയത്തിൻ്റെ അവിടേക്ക് വരാം. അവിടെ വന്ന് അവിടെ അങ്ങനെ പ്രാർത്ഥനകളൊക്കെ നടക്കണം. അപ്പോൾ നമുക്ക് അവിടേക്ക് ഒന്ന് കൂടാം. അങ്ങനെ പൂന്താനം പൂജിച്ചിരുന്ന വിഗ്രഹമൊക്കെ തൊഴുതിട്ട് ആ തണിയൊക്കെ കണ്ട് അങ്ങനെ പോരാ. തണിയുടെ അവിടെയൊക്കെ വന്ന് നോക്കി ഭഗവതിയുടെ അവിടെ വന്ന് നോക്കാം, തൊഴാം. പിന്നീട് വലിയ ദീപസ്തംഭത്തിൻ്റെ അവിടെ വന്ന് കിഴക്കേ നടയിൽ വന്നിട്ട് ഒരിക്കൽ കൂടി ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കി തൊഴാം. അപ്പോൾ അവിടുന്ന് ആ പ്രകാശധാര നമ്മളിലേക്ക് എത്തും. അങ്ങനെ നമ്മൾ തെക്കേ നടയിലേക്ക് വരുമ്പോൾ കൂവളത്തെ കാണാം. കൂവളത്തെ ഒന്ന് പ്രദക്ഷിണം വയ്ക്കാം. അങ്ങനെ പ്രദക്ഷിണം വെച്ചിട്ട് മഹാദേവനെയും പാർവതി ദേവീനെയും മനസ്സിൽ വിചാരിച്ചിട്ട് പ്രദക്ഷിണം വയ്ക്കുക. അപ്പോൾ നമ്മൾ ഇന്നത്തെയും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടി പ്രാർത്ഥിക്കുക. എന്തായാലും പ്രാർത്ഥിച്ച ആളുകൾക്ക് ഒരുപാട് ആൾക്കാർക്ക് അവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ നേടിയെന്ന് പറയുന്നുണ്ട്. നമ്മൾ അതിൽ തന്നെ വാട്സപ്പിലും ഇതിലൊക്കെ വന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളെ ഗ്രൂപ്പിൽ തന്നെ ഇതിൽ പറഞ്ഞു. അപ്പോൾ അവർക്കൊക്കെ ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. അതേപോലെ തന്നെ മറ്റുള്ളവരിലേക്കും അതെത്തും. നമ്മളെല്ലാവരുടെയും പ്രാർത്ഥനയാണ് ആ വിജയത്തിൻ്റെ രഹസ്യം. കാരണം എന്താ വെച്ചാൽ കൂട്ടായ പ്രാർത്ഥനകളാവുമ്പോൾ അത് ഭഗവാൻ സമക്ഷത്തിൽ എത്രയും പെട്ടെന്ന് എത്തും. അതേപോലെ നാമജപമായാലും ലിഖിതമായാലും ഒക്കെ അങ്ങനെയാണ്. നമ്മളിപ്പോൾ ഒരു ഇതിൽ എഴുതിയിടുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. അങ്ങനെ പറ്റാവുന്ന ആളുകളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നല്ലത് തന്നെയാണ്. അപ്പം നമുക്ക് പ്രാർത്ഥന പറഞ്ഞിട്ടുള്ളത് ലക്ഷ്മി കൊല്ലം അവരെ 2 മക്കൾക്കും ആയുരാരോഗ്യ സൗഖ്യം കിട്ടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനാണ്. രമണിയുടെ മകന് കുട്ടികൾ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. ഷീനാത്തം കടം വീടാൻ വേണ്ടിയിട്ട്. അതേപോലെ ഭദ്രപ്രിയാമകീരം പഠനത്തിൽ ഉന്നതി എത്താൻ വേണ്ടിയിട്ട്.
ബേബിയുടെ ശാരീരിക ബുദ്ധിമുട്ട് മാറാൻ വേണ്ടിയിട്ട് ആഷിദ് രോഹിണിയുടെ പരീക്ഷാ വിജയത്തിന് വേണ്ടിയിട്ട് യദുകൃഷ്ണൻ പൂരം ജോലി ലഭിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥനയും ചെയ്യാം. അതോടൊപ്പം തന്നെ ഭഗവാനെ ഞാൻ പറഞ്ഞില്ലേ അഹസ്സോ മറ്റു വഴിപാടുകളൊക്കെ പ്രാർത്ഥിക്കുക. കാര്യസാധ്യം കഴിഞ്ഞിട്ടാണെങ്കിൽ അങ്ങനെ, അതിൻ്റെ മുൻപ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അങ്ങനെ, അത് നമ്മളുടെ ഇഷ്ടം. എന്താ വെച്ചാൽ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് സാമ്പത്തിക സ്ഥിതിക്ക് അതനുസരിച്ച് ചെയ്യാവുന്നതാണ്. പ്രാർത്ഥിച്ച് കാര്യസാധ്യം നേടിക്കഴിഞ്ഞാൽ പിന്നെ അത് കൊടുക്കണം. കൊടുക്കാതിരുന്നാൽ ഗുരുവായൂരപ്പൻ അവിടെ വന്ന് വാങ്ങും. അതാണ് നമ്മളെ വരുത്തും തന്നെത്താൻ. അങ്ങനെ ഒരു കാര്യം കൂടി ഗുരുവായൂരപ്പൻ്റെ കാര്യമുണ്ട്. എന്താണോ മൂപ്പർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാണ് മൂപ്പർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞത്, ആ സാധനം തന്നെ മൂപ്പർക്ക് കിട്ടണം. അത് ധാരാളം ദൃഷ്ടാന്തങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോൾ അത് കാരണം നമ്മളെ പ്രാർത്ഥിക്കുന്നത്, നമ്മളെ കൊണ്ട് കഴിയുന്നത് പ്രാർത്ഥിക്കുക. ആ കാര്യസാധ്യം നേടിയാൽ ശരിക്കും ആദ്യം കൊടുക്കണം എന്നാണ്. കാരണം നമ്മളെ ആരെങ്കിലും കാണാൻ പോകുമ്പോൾ ആദ്യം കൊടുക്കുമല്ലോ, അങ്ങനെ കൊടുക്കണം എന്നൊക്കെയാണ്. പക്ഷേ നമുക്ക് സാമ്പത്തിക സ്ഥിതിയൊക്കെ കുറവുണ്ടെങ്കിൽ അത് പ്രാർത്ഥിച്ച് ആ പ്രാർത്ഥന നിറവേറ്റുമ്പോൾ നമുക്ക് നമ്മളെ ആഗ്രഹ സാഫല്യം ലഭിച്ചതിന് ശേഷം വന്നിട്ട് പ്രാർത്ഥന എന്താണോ അത് ചെയ്യുക. ഇനി നമുക്ക് നാരായണീയം ബാക്കി വായിക്കാം. ദശകം 2 അതിലെ 1-ാമത്തെ ശ്ലോകം. അപ്പോൾ ഭഗവത് സ്വരൂപ മാധുര്യവും ഭക്തി മഹത്വമാണ്. ഭഗവതോത്തമനായ ശ്രീനാരായണ ഭട്ടപാദർ 1-ാമത്തെ ദശകത്തിലെ ഭഗവാന്റെ നിഷ്കളമായ സ്വരൂപവും മാഹാത്മ്യവും വർണ്ണിച്ചതിന് ശേഷം തസ്മിൻ ധന്യാരമന്തേ ശ്രുതിമതി മധുരേ സുഗ്രഹേ വിഗ്രഹേതേ എന്ന് നിർദ്ദേശിച്ച വിധത്തിലുള്ള സ്കളമായ ഭഗവത് സ്വരൂപവും തദനുഗുണമായ ഭക്തിമാഹത്വവും 2-ാമത്തെ ഈ ദശകം കണ്ട് ഉപപാദിച്ചിരിക്കുന്നു. ഭാഗവതത്തിൽ എന്ന പോലെ ഭക്തന്മാരുടെ നിരന്തര ധ്യാന പരിശീലനത്തിനായി സന്ദർഭം കിട്ടുമ്പോഴെല്ലാം ഭഗവത് സ്വരൂപ വർണ്ണനം ശ്രുതി മധുരമാകും വണ്ണം നിബന്ധിച്ചിരിക്കുന്നു എന്നത് ശ്രീമന് നാരായണീയത്തിലുള്ള ഒരു മാഹാത്മ്യമാകുന്നു. സൂര്യസ്പർദ്ധി കിരീടമൂർധതിലക പ്രോത്ഭാസി ഫലാന്തരം കാരുണ്യകുലനേത്രമാർദ്രഹസിതോല്ലാസം സുനാസാപുടം ഗണ്ഡോദ്യന്മകരാപകുണ്ടലയുഗം കണ്ടോജ്വലകൗസ്തുഭം ത്വദ്രൂപം വനമാല്യഹാരപടല ശ്രീവത്സദീപം ഭജേ. സൂര്യസ്പർദ്ധി കിരീടം ഊർധതിലകം പ്രോത്ഭാസി ഫലാന്തരം. സൂര്യനേക്കാളും ശോഭയേറിയ ആ കിരീടവും ഗോപിക്കുറി ചാർത്തി മിന്നുന്ന നെറ്റിത്തടവും. കാരുണ്യകുലനേത്രം ദയ കവിഞ്ഞൊഴുകുന്ന കണ്ണുകൾ. ആർദ്രഹസിതോല്ലാസം കുളിർമയുള്ള പുഞ്ചിരിപ്രകാശം. സുനാസാപുടം മനോഹരമായ മൂക്ക്. ഗണ്ഡോദ്യ ആത്മകരാംബുകുണ്ടലയുഗം കവിൾത്തടങ്ങൾ പ്രതിഫലിച്ചു തിടങ്ങുന്ന മകരകുണ്ടലങ്ങൾ. കണ്ടോജ്വല കൗസ്തുഭം കണ്ടത്തിനു ശോഭ കുട്ടുന്ന ആ കൗസ്തുഭം എന്നിവയാലും. വനമാല്യ ഹരപടല ശ്രീവത്സദീപ്രം വനമാല മുത്തുമാലകൾ ശ്രീവത്സം എന്നിവയാലും പ്രകാശിക്കുന്ന ത്വരൂപം നിന്തിരുവടിയുടെ സാക്ഷാൽ വൈകുണ്ഠരൂപത്തെ അഹം ഞാൻ ഭജേ നിരന്തരം ഭജിക്കുന്നു ധ്യാനിക്കുന്നു എന്നാണ് അതിൻ്റെ ഒരു വാക്കി. അത് അനേകം സൂര്യന്മാരെ ഏകീകരിച്ചുദിച്ചുയർന്നതുപോലെ അതിശോഭായമാനമായ കനേക കിരീടത്തോളും മേൽപൊട്ടു തൊട്ട കൗസ്തൂരി തിലകം കൊണ്ട് പ്രകാശിച്ചിരിക്കുന്ന നെറ്റിത്തടത്തോടും ഭക്തവാത്സല്യം വഴിഞ്ഞൊഴുകുന്ന കരുണാകടാക്ഷവർഷം ചൊരിയുന്ന നയനയുഗത്തോടും പ്രേമാർദ്രതയാൽ പ്രകാശിക്കുന്ന മന്ദഹാസത്തോടും എള്ളിൻ പൂവൊത്ത നാസികയോടും കവിൾത്തടങ്ങളിൽ പ്രതിബിംബിക്കുന്ന മകരകുണ്ടലങ്ങളോടും ഐശ്വര്യമാർന്ന കഴുത്തിൽ ജ്വലിക്കുന്ന കൗസ്തുഭ മണിമാലയോടും വനമാല മുത്തുമാല ശ്രീവത്സമെന്ന മറുക് ഇവ കൊണ്ട് ശോഭിക്കുന്ന മാറിയിടത്തോടും കൂടി വിളങ്ങുന്ന അങ്ങയുടെ മോഹന രൂപത്തെ ഞാൻ ഭജിക്കുന്നു എന്നാണ്. ഈ വരികൾ കൊണ്ട് മേൽപ്പത്തൂര് ഭഗവാനെ അങ്ങോട്ട് ആ വാനോളം സ്തുതിച്ചിരിക്കുക. അപ്പോൾ നമുക്കിത് ദിവസവും ഇതെന്ന് ചൊല്ലാൻ കഴിഞ്ഞാൽ
ദശകത്തിലെ, അതായത് രണ്ടാമത്തെ ദശകത്തിലെ ആദ്യ ഭഗവാന്റെ ആ വർണ്ണന നമുക്കും മനഃപ്പാഠമാക്കാൻ കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. നിത്യവും അത് ജപിക്കാൻ കഴിയുകയാണെങ്കിൽ അതിമനോഹരമായ ആ ഒരു വർണ്ണനയാണ്. അപ്പോൾ എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ. കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം.